ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാണുന്ന കണ്ണിലാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ നല്ലത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ചാനൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരു കഥ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കഥയുടെ പുറകിലുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്നു, മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാമോ. ഞാനും ഇങ്ങനെ ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട്. ഒരുവിധം എല്ലാവരും നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ചാലഞ്ചൊക്കെ തുടങ്ങുന്ന ഒത്തിരി ആവേശത്തോടെ ആയിരിക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡീമോട്ടിവേഷൻ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യത്തോടുള്ള ഒരു മടുപ്പ് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അത് നമ്മുടെ ആരുടെയും തെറ്റല്ല, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഡീമോട്ടിവേറ്റ് ആയി പോകുന്ന സമയത്ത് എന്നെ കൂടുതൽ ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കഥയാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഒരു ലേഡിയാണ്, ഒരു ഇന്ത്യൻ ലേഡി ബോഡി ബിൽഡറിൻ്റെ കഥയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം നിങ്ങൾ ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കും, ഡ്രസ്സ് എവിടെ നിന്നാണ് വാങ്ങിയത്, ഓൺലൈനിലാണോ വാങ്ങിയത്. ഡ്രസ്സ് ഹോള് ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം ഡ്രസ്സ് ഹോള് ചെയ്യാത്തതിൻ്റെ കാരണം ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ തന്നെ എനിക്ക് ലൂസായിട്ടുണ്ട്. കണ്ടോ, ഭയങ്കര ലൂസാണ്. ഇതൊക്കെ ഇനി ഓൾട്ടർ ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ഡ്രസ്സ് ഹോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അധികം ടീഷർട്ട് ഇട്ടുകൊണ്ട് തന്നെ എന്താ പറയുക വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓൾട്ടർ ചെയ്തതിന് ശേഷം ഞാൻ ഉടനെ തന്നെ ഡ്രസ്സ് ഹോളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ലേ പാപ്പിലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പ്, ഒരു ഇൻസ്റ്റാ സ്റ്റോറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ഒരുപാട് എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് അവരുടെ കയ്യിൽ. ഈ ഒരു ഫ്രോക്ക് ടൈപ്പ്, ഞാനിപ്പോൾ ഇടുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ഫ്രോക്ക് ടൈപ്പ് ഡ്രസ്സുകളാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കഥയിലോട്ട് വരാം. അപ്പം ഈ ഒരു കഥയിലെ മെയിൻ നായിക എന്ന് പറയുന്നത് കിരൺ ടെംപ്ല എന്നാണ് നമ്മുടെ നായികയുടെ പേര്. കിരണിനെ നമ്മൾ കുറച്ച് പേർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും. അവരൊരു സെലിബ്രിറ്റി ട്രെയിനറാണ്, ബോഡി ബിൽഡറാണ്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോസൊക്കെ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പോൾ കിരൺ ടെംപ്ല നമ്മളെല്ലാവരും പോലെ തന്നെ ഒരു 30 വയസ്സ് വരെ അങ്ങനെ കാര്യമായിട്ടുള്ള ഹെൽത്ത് റുട്ടീൻസും ഒരു ഹെൽത്തി റുട്ടീൻസും അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരു 30 വയസ്സാകുമ്പോഴേക്കും 2 കുട്ടികളുടെ അമ്മയായിരുന്നു. ഒരുപാട് എന്താ പറയുക, നമ്മളെല്ലാവരും തന്നെ പ്രഗ്നൻസി ഡെലിവറി ഒക്കെ കഴിയുന്നപ്പോഴേക്കും നമ്മൾ ഒത്തിരി വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. കിരണും അതുപോലെ തന്നെ ഒത്തിരി വണ്ണം വെച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ 30 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കിരൺ ടെംപ്ല ഒരു അസുഖം തനിക്കുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത്. ബ്രെയിനിലുള്ള ഒരു ക്ലോട്ട് ആയിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രെയിനിലൊരു ക്ലോട്ട് വന്നതിന് ശേഷം ഒത്തിരി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു കിരൺ ഉണ്ടായിരുന്നത്. ഒരു വീട്ടിലൊരു മുറിയിൽ അടച്ചിരിക്കും, വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കും. ഒരു ലൈഫിൽ ഒരു എക്സൈറ്റ്മെന്റും നടക്കാത്ത ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ തനിക്ക് കൂടുതലായിട്ട് എന്താ പറയുക, ഒന്നാമത്തെ ശരീരത്തിന് അസുഖമില്ല, അതിൻ്റെ കൂടെ തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും വരുമെന്ന് കിരൺ മനസ്സിലാക്കിയതോടുകൂടി എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ലൈഫിൽ ചെയ്യണമെന്ന് കിരണിന് തോന്നി. അങ്ങനെയാണ് കിരൺ ചെറുപ്പം മുതലേ ശാസ്ത്രീയ സംഗീതം പരിശീലിച്ചു വന്ന ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെ സംഗീതം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് ഒരു സന്തോഷമൊക്കെ മനസ്സിനുണ്ടാവാൻ തുടങ്ങി. പിന്നെയാണ് വീടിന് പുറത്തിറങ്ങാൻ തുടങ്ങി, വ്യായാമം ചെയ്യാൻ തുടങ്ങി, ജിമ്മിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ജിമ്മിലൊക്കെ പോയി തൻ്റെ ശരീരത്തിന് മാറ്റം വരുന്നുണ്ടെന്ന് തോന്നുമ്പം അതിനോടൊരു അഡിക്ഷൻ നമുക്ക് വരും. അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്താൽ, ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനോടൊരു അഡിക്ഷൻ തോന്നും. പക്ഷെ നമുക്ക് ഫസ്റ്റ് തന്നെ റിസൾട്ട് കിട്ടാതെ കാണുമ്പം അത് ഇട്ടിട്ട് പോകുന്നവരാണ് ഭൂരിഭാഗം പേരും. പക്ഷേ റിസൾട്ട് കിട്ടി തുടങ്ങിയാൽ നമുക്ക് ഈ ഒരു ഫിറ്റ്നസ് ജേർണി എന്ന് പറയുന്ന ഒരു അഡിക്ഷനായിട്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു കിരണിനും ഒത്തിരി ഒരു അഡിക്ഷനായിട്ട് മാറി. ശരിക്കും എന്താ പറയുക, ഒരു 5:30 രാവിലെ ജിമ്മിൽ പോവും, തിരിച്ചു വന്നിട്ട് ചെറിയൊരു വാവ ഉണ്ടായിരുന്നു, വാവയ്ക്ക് പാല് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണ് അവർ അവരുടെ ഫിറ്റ്നസ് ജേർണി കൊണ്ടുപോയത്. അങ്ങനെ 30 വയസ്സിലാണ് അല്ലെങ്കിൽ 31 വയസ്സിലാണ് അവർ ശരിക്കും അവരുടെ ഹെൽത്തി റുട്ടീൻ സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് റിസൾട്ട് കിട്ടുന്നതിനനുസരിച്ച് അവർ കൂടുതൽ പരിശ്രമിച്ച് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ആ ഒരു എക്സ്പ്ലോറേഷൻ കാരണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് കാരണം ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു കിരൺ ടെംപ്ലയെ പറ്റി അറിയാൻ തുടങ്ങി. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകളായിരുന്നു. അതായത് നമ്മുടെ പ്രഭാസ്, തമന്ന, പിന്നെ രാം ചരൺ, അനുഷ്ക, ഇതുപോലെയുള്ള ആളുകളൊക്കെ. അങ്ങനെ ഒരുപാട് പേര് കിരൺ ടെംപ്ലയെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അവരുടെ പേഴ്സണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെയൊക്കെ പേഴ്സണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ് കിരൺ ടെംപ്ല. അപ്പോൾ ശരിക്കും നമുക്ക് ഈ ഒരു 30 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് 18 വയസ്സ് 20 വയസ്സൊന്നുമില്ല. എപ്പോഴാണ് നമ്മുടെ ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അതാണ് കിരൺ ടെംപ്ലയുടെ ഒരു ലൈഫ്. അപ്പോൾ ഒരു 37 വയസ്സൊക്കെ ആയപ്പം കിരൺ ടെംപ്ലയ്ക്ക് തോന്നി ഇതൊന്നും പോരാ, ഇതിലും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഇനിയും എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കിരൺ ടെംപ്ലയ്ക്ക് തോന്നി. അങ്ങനെ അവരുടെ ലൈഫിൽ അവർ പുതിയൊരു ചാലഞ്ച് അവർ ഫിക്സ് ചെയ്തു. ആ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ബോഡി ബിൽഡർ ആവുക എന്നുള്ളൊരു ചാലഞ്ച് ആയിരുന്നു. നമ്മളിപ്പോൾ ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈല്
ഫോളോ ചെയ്യുക, നമ്മൾ ടോൺഡ് ആയിട്ട് വരിക, നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നമ്മൾ എപ്പോഴും എന്താ പറയുക സ്ലിം ആയിട്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം ഈ ഒരു ബോഡി ബിൽഡിങ്ങിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ബോഡി ബിൽഡിങ്ങിന് വേണ്ടി നമ്മുടെ ശരീരത്തിൽ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ഐഡിയൽ വെയിറ്റിൽ എത്തുന്നതിനേക്കാളും ഫിറ്റ്നസ് ലെവൽ കീപ്പ് ചെയ്യുന്നതിനേക്കാളും എത്രയോ എന്താ പറയുക ഹാർഡ് വർക്ക് വേണ്ട കാര്യമാണ് ബോഡി ബിൽഡർ ആവുക എന്നുള്ളത്. പക്ഷെ ഇത്രയും കാലം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ലാന്ന് കിരൺ ഉറപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോഡി ബിൽഡിംഗ് ആ ഒരു ലെവലിലേക്ക് എത്താനും കിരണിന് സാധിച്ചു. പിന്നെ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അപ്പോൾ എല്ലാവരും പോലെ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ മരുമകളാണെങ്കിൽ അല്ലെങ്കിൽ മകളാണെങ്കിൽ ഭാര്യയാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു റെസ്ട്രിക്ഷൻസിനൊക്കെ എന്താ പറയുക അതിലും വലിയത് തൻ്റെ ആഗ്രഹമാണെന്ന് മനസ്സിലാക്കി കിരൺ ആ ഒരു ആഗ്രഹത്തിലേക്ക് തന്നെ എത്തിച്ചേരുകയായിരുന്നു. ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവർ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. 6ാം റാങ്കോടെയാണ് അവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. കിരണിന് ഇഷ്ടം ഈ ഒരു ഫിറ്റ്നസിനോട് മാത്രമായിരുന്നില്ല, ഫോട്ടോഗ്രാഫിയോട് ഇഷ്ടമായിരുന്നു, DJ ആയിരിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എനിക്കിങ്ങനെ എന്താ പറയുക ഞാൻ ഒത്തിരി ഡിപ്രസ്ഡ് ആയി പോകുന്നു അല്ലെങ്കിൽ ഒത്തിരി ഡിമോട്ടിവേറ്റഡ് ആയി പോകുന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ് കിരൺ ഡബ്ല്യൂയുടെ സ്റ്റോറി. എനിക്ക് പലപ്പോഴും ഈ ഒരു സ്റ്റോറി ഞാൻ ജസ്റ്റ് ഒന്ന് ബെഡിൽ കിടന്ന് കേട്ടോണ്ടിരിക്കുമ്പം അന്ന് വൈകുന്നേരം തന്നെ ഞാൻ വീണ്ടും എൻ്റെ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അത്രയും ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണിത്. നമ്മൾ ഓരോ സ്ത്രീകളും ഏത് വയസ്സ് ഇപ്പോൾ ചിലരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുന്നത് എനിക്ക് 30-35 വയസ്സായി, ഇനി എന്തൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആവോ, ഈ ഒരു പ്രായത്തിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ പ്രായമുണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ടീൻസിലാണോ അല്ലെങ്കിൽ നമ്മൾ 20s-ലാണോ 30s-ലാണോ 40s-ലാണോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഡ്രീം എന്താണോ, ഇതിപ്പം കിരണിൻ്റെ ഡ്രീമാണ് അവരൊരു 30 വയസ്സ് മുതൽ അവർ അച്ചീവ് ചെയ്തെടുത്തത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ പ്രായമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഏജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നമ്പർ മാത്രമാണെന്നാണ് എനിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മൾ ഏത് ഏജിലാണ് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരു ഡ്രീം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ഇതിപ്പോൾ പലതരത്തിലുള്ള ഡ്രീംസ് ആയിരിക്കും. ഇതിപ്പോൾ ഒരു ഫിറ്റ്നസ് ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ബോഡി ടോൺ ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി നേടുക എന്നുള്ള ആഗ്രഹമായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും സ്ത്രീകൾക്ക് ഉണ്ടാവും. പക്ഷേ അതൊന്നും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. കാരണം അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയിരിക്കേണ്ടത് നമ്മളാണ്. നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു മോട്ടിവേഷൻ പോകുന്നു അല്ലെങ്കിൽ നമുക്ക് ഫിറ്റ്നസ് മോട്ടിവേഷൻ പോകുന്നു എന്ന് തോന്നുമ്പം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എൻ്റെ പ്രായം കാരണമാണ് എനിക്ക് വിചാരിച്ചത്ര റിസൾട്ട് കിട്ടാത്തത്, അല്ലെങ്കിൽ ഈ പ്രായത്തിലൊന്നും ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ഡിപ്രസ്ഡ് ആവാൻ പാടില്ല. എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ഏജ് നോക്കാതെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കിരൺ തന്നെയാണെങ്കിൽ 30 വയസ്സായി എനിക്കിനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ അവരുടെ ലൈഫ് ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവരിപ്പോൾ ചിലപ്പോൾ ആ ഒരു അസുഖം കൂടിയിട്ട് തന്നെ അവർക്ക് പലതരത്തിലുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നു വരുമായിരുന്നു. ഫിസിക്കലായിട്ടുള്ള പല കണ്ടീഷൻസും മാറ്റി വെച്ചുകൊണ്ടാണ് അവരുടെ എന്താ പറയുക അവരുടെ ഡ്രീമിലേക്ക് അവർ നടന്നെടുത്തത്. അപ്പോൾ ശരിക്കും അവരുടെയൊക്കെ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന സ്റ്റോറീസാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയോ ഇൻസ്പിറേഷൻ ആയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമുക്ക് ഒരുപാട് നമ്മുടെ ചുറ്റും ഇതുപോലെ നമുക്ക് മോട്ടിവേഷൻ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കണ്ണ് തുറന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരുപാട് നെഗറ്റിവിറ്റി നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷേ ആ നെഗറ്റിവിറ്റിയൊക്കെ തള്ളി മാറ്റി നമ്മൾ പോസിറ്റിവിറ്റിയിലേക്കാണ് നമ്മുടെ കണ്ണുകൾ നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റീസ് എന്നൊക്കെ പറയുന്നത് നമ്മളെ കാണുന്ന കണ്ണിലാണെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മൾ നല്ലത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. നമ്മളെപ്പോഴും എല്ലാ കാര്യത്തിലും കുറ്റം കാണാനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആരോടും നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ടാവില്ല. നമ്മൾ എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു എക്സ്ക്യൂസസും ഇല്ലാതെ ആ ഒരു കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുന്നതാണ്. എനിക്ക് ഒരുപാട് കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് തോന്നിയ ഒരു കാര്യമാണിത്. ഇപ്പം നമ്മൾ ഒത്തിരി എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന നമ്മുടെ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് അതൊന്നും ഒരു വലിയൊരു കാര്യമേ ആയിരിക്കില്ല, അല്ലെങ്കിൽ അവരതൊരു ലീസ്റ്റ് ബോധേഡായിരിക്കും അവർ ആ ഒരു കാര്യത്തിൽ. പക്ഷെ നമുക്ക് അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് ചെറിയതായിട്ട് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ പ്രിയോറിറ്റൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. എല്ലാ കാര്യത്തിലും നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താൻ നോക്കുക. പിന്നെയുള്ളൊരു കാര്യം ഈ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെയിറ്റ് കുറച്ച് നിങ്ങളൊരു ഐഡിയൽ വെയിറ്റിൽ എത്തുക എന്നുള്ളത് ഒരു ബാലി കയറാൻ മലയായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി. എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് PCOD ഉണ്ട്, എനിക്ക് തൈറോയിഡ് ഉണ്ട്, എൻ്റെ ബോഡി ടൈപ്പ് ഇങ്ങനെയാണ്, എനിക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഈ രീതിയിൽ നമ്മൾ പറ്റില്ല എന്ന് എല്ലാ കാര്യവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റാതെയോ.
കാരണം അത്രയും നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത്രയും സ്ട്രെസ് ഹോർമോൺസ് ആണ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ബോഡി പെയിൻ ആയിരിക്കും, എപ്പോഴും തലവേദനയായിരിക്കും, എപ്പോഴും ക്ഷീണവും തളർച്ചയും ഒക്കെ ആയിരിക്കും. അതേസമയം നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ നമുക്ക് ഉണ്ടാകും. പക്ഷേ മാക്സിമം അതൊക്കെ നമ്മൾ എന്താ പറയുക കൺട്രോൾ ചെയ്ത് അതിനൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഹാപ്പി ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ഇടം മുഴുവൻ, നമ്മൾ നിൽക്കുന്ന സ്ഥലം മുഴുവൻ പോസിറ്റിവിറ്റിയാണ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഏത് സമയത്താണെങ്കിലും, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ചിലപ്പോൾ എത്താൻ പറ്റുന്നില്ല, പക്ഷേ ഏത് സമയത്താണെങ്കിലും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്ന ഉറച്ച വിശ്വാസത്തോടെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഒരുപാട് ഡിമോട്ടിവേഷൻസ് ഉണ്ടാവും, അതിലൊന്നും നമ്മൾ കണ്ണു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കണ്ണ് തുറന്ന് നോക്കേണ്ടത് പോസിറ്റീവായിട്ടുള്ള ന്യൂസസിലേക്കാണ്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് നമുക്ക് വായിക്കാനുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഡിമോട്ടിവേറ്റ് ആയി പോകുന്ന ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നത് നമ്മൾ ഒത്തിരി ഇൻസ്പയർ ചെയ്യുന്ന ഇത്തരം ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീരെ പറ്റില്ല, ഇനി എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇതുപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്സും ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക. കൂടാതെ ഒന്നിനും ഒരു ക്വിക്ക് ഫിക്സ് തേടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എളുപ്പത്തിൽ നമുക്ക് ഒരു കാര്യം സാധിക്കാന്നുള്ള രീതിയിൽ നമ്മൾ പോകാതിരിക്കുക. സമയം കൊടുക്കുക, ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം കൊടുക്കുക. കൺസിസ്റ്റൻസി ആൻഡ് ഹാർഡ് വർക്ക് ഇത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായി, നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷനായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ ഇതുപോലെ ഉള്ള സക്സസ് സ്റ്റോറീസ്, വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് സെക്ഷനിൽ പറയാം. എനിക്ക് ഇൻസ്പയർ ആയിട്ട് തോന്നിയ ഒരുപാട് ആർട്ടിക്കിൾസ് ഇതുപോലെയുണ്ട്, ഓരോരുത്തരെയും പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താഴെ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.